And I'm particularly going to be talking about academic reading. എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് റീഡിംഗ് ഇഷ്ടമാണ്. അക്കാഡമിക് റീഡിംഗ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അതിന് മനസ്സിലാക്കിയ ഒരാൾക്ക് ജനറൽ റീഡിംഗ് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ റീഡിങ്ങിന്റെ ഒരു പ്രത്യേകത കൂടി പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളൊരു സ്കൂളിൽ അവിടെ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ടീച്ചർ ഉണ്ട്, ക്രിക്കറ്റ് പഠിപ്പിക്കുന്ന സാറുണ്ട്. ഓക്കെ, സോ മ്യൂസിക് ടീച്ചറിന് മ്യൂസിക് ഇഷ്ടമായിരിക്കും പഠിപ്പിക്കാനായിട്ട്, ക്രിക്കറ്റ് പഠിപ്പിക്കുന്ന കോച്ചിനും നല്ല ഇഷ്ടമായിരിക്കും. ഞാനിപ്പോൾ റീഡിംഗ് പഠിപ്പിക്കാൻ പോണ്, ബട്ട് ഐ ഷുഡ് സേ എൻ്റെ ഫേവറേറ്റ് അല്ല ഈ സാധനം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ടു ഡു ഇറ്റ്. സോ ലെറ്റ്സ് റീഡിംഗ് ബേസിക്കലി മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ശ്രദ്ധിക്കുക. റീഡിംഗ് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പോലത്തെ ഒരു സംഭവമാണ്. അതായത് മേളിലൊരു പാരഗ്രാഫ് തരും, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് പാരഗ്രാഫിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ബേസിക് ആയിട്ട് ഇത്ര എങ്കിൽ പോലും പിക്ചേഴ്സ് ഈ പാരഗ്രാഫിൽ ഉണ്ടാവില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാരഗ്രാഫ് ആയിരിക്കില്ല, നിത്യജീവിതമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല ഈ പാരഗ്രാഫിന്. അതാണ് ഏറ്റവും വലിയ ക്യാച്ച്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നമുക്ക് IELTS റീഡിങ്ങിനെ സമീപിക്കാൻ പറ്റില്ല. സോ ഈ റീഡിംഗ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ദ 3 നെസസിറ്റീസ് ഓഫ് IELTS റീഡിംഗ്. PSG എന്നാണ് നമ്മൾ പറയുന്നതിന്. PSG, വെൽ, പാരീസ് സെന്റ് ജെർമെയിൻ, മറ്റേ മെസ്സിയുടെ ക്ലബ്, ആ PSG അല്ല, സംതിങ് എൽസ്. ഇറ്റ്സ് P for prioritizing, S for scanning, and G for guessing. ഈ 3 കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരല്പം ലാംഗ്വേജ് കുറഞ്ഞാലും ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് IELTS റീഡിംഗ് പാസ്സാവാം. പ്രയോറിറ്റൈസിങ്, സ്കാനിങ് ആൻഡ് ഗെസ്സിങ്, ഈ 3 കഴിവുകളുണ്ടെങ്കിൽ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് IELTS റീഡിംഗ് പാസ്സാവാം. സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് പ്രയോറിറ്റൈസിങ്. ഓക്കെ, ഇപ്പൊ ഈ 3 പാരഗ്രാഫുകൾ നിങ്ങൾ കണ്ടു. ഓക്കെ, നിങ്ങൾ IELTS റീഡിങ്ങിന് ചെന്നിരിക്കുവാണ്, എഴുതാൻ വേണ്ടി ചെന്നിരിക്കുവാണ്. ഈ 3 പാസേജസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഒന്നാമത്തെ പാസേജിന്റെ പേര് റെലവൻസ് ഓഫ് പൈത്തൺ ഇൻ ദ 21st century. ഓക്കെ, IT പേരുള്ളവർക്ക് പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ന്യൂറോബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ്. പാസേജ് 3, സ്റ്റോറി ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പൊ നമുക്ക് ബേസിക് റൂൾസ് ഓഫ് റീഡിങ്ങിന് നമുക്കറിയാലോ, 1 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ 3 പാസേജസ് ചെയ്തു തീർക്കണം. ഓക്കെ, 1 മണിക്കൂറിനുള്ളിൽ 3 പാസേജസ് ചെയ്തു തീർക്കണം. സോ ഈ 3 പാസേജുകളുടെ ഹെഡിങ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലെ 3 പാസേജ് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ഏത് ചെയ്യും എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഒന്നാമത്തെ പാസേജ് ഇതിൽ ഏത് ആദ്യം ചെയ്യും, ഏത് രണ്ടാമത് ചെയ്യും, ഏത് മൂന്നാമത് ചെയ്യും എന്നൊന്ന് പറയാമോ നിങ്ങളുടെ ലോജിക്ക് വെച്ച്. 2 1 3 3 2 3 1 2 3 3 2 1. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുവാണെങ്കിൽ, ഓക്കെ, ഐ ഗോട്ട് ദി ആൻസർ, ഒരു ഐഡിയ കിട്ടി. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ജനറലി സ്പീക്കിംഗ് ഭൂരിഭാഗം സ്റ്റുഡൻസും ലോജിക്ക് തീരെ ഈ ഒരു കോൺടെസ്റ്റ് ഉപയോഗിക്കാറില്ല. ഇപ്പൊ നിങ്ങൾ ഒരു കേംബ്രിഡ്ജിന്റെ ടെക്സ്റ്റ് ബുക്കിൽ റീഡിംഗ് ചെയ്യാമെന്നിരിക്കാം. ഓക്കെ, ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ആദ്യത്തെ പാസേജ് എളുപ്പമുള്ളത്, രണ്ടാമത്തെ പാസേജ് എന്താ പറയാ, രണ്ടാമത്തെ പാസേജ് ആവറേജ്, മൂന്നാമത്തെ പാസേജ് ഏറ്റവും ടഫ്. അതുപോലെയാണ് കേംബ്രിഡ്ജിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സാമിന് വരുന്നതും കേംബ്രിഡ്ജിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഹെഡിങ്സ് തന്നെയാണ്. പക്ഷെ എക്സാമിന് വരുന്ന പാസേജ് പലപ്പോഴും ഏറ്റവും ടഫ് ഉള്ളത് ആദ്യം, പിന്നെ ആവറേജ്, ഏറ്റവും എളുപ്പമുള്ളത് അവസാനം. എത്ര സ്റ്റുഡൻസ് ആണെന്ന് അറിയാം എന്നോട് പറഞ്ഞത്, ചേട്ടാ ഏറ്റവും അവസാനത്തെ പാസ് ചെയ്യാറുണ്ട് എളുപ്പം, പക്ഷെ അബദ്ധത്തിൽ അത് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ. ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 90%, അറ്റ്ലീസ്റ്റ് 90% സ്റ്റുഡൻസും കൃത്യം ഓർഡറിൽ പോകുന്നവരാണ്. അതായത് ആദ്യത്തെ പാസേജ് ആദ്യം ചെയ്യും, രണ്ടാമത്തെ പാസേജ് രണ്ടാമതെയും, മൂന്നാമത്തെ പാസേജ് മൂന്നാമതെയും. അതിന്റെ ഒരാവശ്യവുമില്ല. ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പോ എന്നോട് ചോദിക്കുവാണ്, ഇപ്പൊ റെലവൻസ് 21st century, എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും, ഈ സ്ലൈഡ് പോലും ഉണ്ടാക്കിയത് ഞാനല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ന്യൂറോ ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് സ്ലീപ്പ്, 10ാം ക്ലാസ്സിലാണ് അവസാനമായിട്ട് ബയോളജി പഠിച്ചത്. സോ ഇംഗ്ലീഷ് അറിഞ്ഞാലും അത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദ സ്റ്റോറി ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഓക്കെ, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇറ്റ്സ് എ സ്റ്റോറി, അതൊരു കഥയാണ്. ഓക്കെ, സോ 3 പാസേജസ് നിങ്ങളുടെ മുന്നിലോട്ട് എക്സാമിനർ വെക്കുമ്പോൾ അതിൽ ഏത് ഓർഡർ വേണമെന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓട്ടോണമി ഉണ്ട്. പക്ഷേ 90% സ്റ്റുഡൻസും അത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തിങ് ഈസ് പ്രയോറിറ്റൈസിങ്. 3 പാസേജ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലിണങ്ങുന്ന പാസേജ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. IT ഫീൽഡിലുള്ള ആൾക്കാർ ഒന്നാമത്തെ ആദ്യം ചെയ്ത പെർഫെക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ളവരാണ് മണ്ണെടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ, ഞാൻ ബിസിനസ് ലൈക്ക് എക്കണോമിക്സ് ബിസിനസ് ഒക്കെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കഥയായിരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ ഫസ്റ്റ് റൂൾ ഈസ് ടു പ്രയോറിറ്റൈസ്. അതായത് 3 പാസേജസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എളുപ്പമുള്ളത് നമ്മുടെ മനസ്സിലാണെങ്കിൽ ആദ്യത്തെ പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു പരിധിവരെ കാര്യങ്ങൾ സെറ്റാണ്. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്, ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് റൂൾ. സ്കാനിങ്. സ്കാനിങ് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കൊരു ഫുൾ പാസേജ് തരും. ഈ പറഞ്ഞ പോലെ തന്നെ 3 പാസേജസ് വന്നിട്ട് നമുക്ക് എന്താ പറയാ, കുറെ സാധനങ്ങൾ ഇങ്ങനെ വായിക്കേണ്ടി വരും. സോ പിക്ചേഴ്സ് ഒന്നുമില്ല, സോ നമുക്ക് എല്ലാം വായിക്കാൻ പറ്റുന്ന വരില്ല. സോ അവിടെയാണ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവേണ്ടത്. നിങ്ങൾക്ക് ഞാനിപ്പോ ഒരു സംഭവം കാണിച്ചു തരാം. ഈ പാരഗ്രാഫ് വെറുതെ നോക്കുക. അത് ഗിവ് യു 20 സെക്കൻഡ്സ്, എക്സാക്ട്ലി 20 സെക്കൻഡ്സ്. ഈ പാരഗ്രാഫ് വെറുതെ നോക്കുക. ഓക്കെ, വെറുതെ നോക്കിച്ചു നോക്കുക. ടൈംസ് ഓഫ് ഇന്ത്യനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഇന്നത്തെ കാലത്ത് എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു, എത്രത്തോളം ഡോമിനന്റ് പവർ ആണെന്ന് പറയുന്ന ഒരു പാരഗ്രാഫാണ്. വെറുതെ നോക്കുക. ഇതുപോലെ ഇരിക്കും നിങ്ങളുടെ റീഡിംഗ് പാസേജ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് റിയലി എ ഗുഡ് വ്യൂ ഫ്രം വെർ ഐ ആം സ്റ്റാൻഡിങ്, ബട്ട് നിങ്ങൾക്ക് ഇത് ഡീൽ ചെയ്യേണ്ടി വരും എക്സാം എഴുതുമ്പോൾ. സോ അതും ഇത്ര എളുപ്പമുള്ള ആയിരിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഈ പാസേജ് നിങ്ങൾ കണ്ടില്ലേ? 4 പാരഗ്രാഫ് ഉണ്ട്. 4 പാരഗ്രാഫിലും കുറെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇതുപോലൊരു പാസേജ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് IELTS എക്സാമിന്. ഓക്കെ, ആൻഡ് ഒറ്റയടിക്ക് നഗ്നനേത്രം കൊണ്ട് നോക്കുമ്പോൾ കുറെ ഡേറ്റ കാണും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള കഴിവ് വേണം. ആ കഴിവ് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. I want you to do something. Question number 1. What is the market share of Times Group among English dailies? ഇംഗ്ലീഷ് പത്രങ്ങളുടെ ഇടയിൽ ടൈംസ് ഗ്രൂപ്പിന്റെ മാർക്കറ്റ് ഷെയർ എത്രയാണ് എന്നാണ് ചോദ്യം. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 10 സെക്കൻഡാണ്. ഓക്കെ, 10 സെക്കൻഡ്. 10 സെക്കൻഡ് സമയം തരും. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആണോ ഓഡിബിൾ? ഓക്കെ ഫൈൻ. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് ഞാൻ 10 സെക്കൻഡ് സമയം തരും. 10 സെക്കൻഡ് കുറഞ്ഞു പോയിട്ടാണ് തോന്നുന്നു അങ്ങനെ സ്മൈലി വന്നത്. സോ ഞാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് തരും. ആ 10 സെക്കൻഡിനുള്ളിൽ മാർക്കറ്റ് ഷെയർ ഓഫ് ടൈംസ് ഗ്രൂപ്പ് എമോങ് ഇംഗ്ലീഷ് ഡെയിലീസ് നിങ്ങൾ കണ്ടുപിടിക്കണം. 10 സെക്കൻഡ് കുറവാന്ന് വിചാരിക്കരുത്. ദിസ് ഈസ് വൈ യു നീഡ് ടു ഗെറ്റ് സം ലോജിക്. സോ ഐ ജസ്റ്റ് ഓക്കെ സ്റ്റാർട്ട്സ് നൗ. ഓക്കെ ഗൈസ്, ചാറ്റ് ബോക്സ് ഓപ്പൺ ആക്കാം. ടൈംസ് ഗ്രൂപ്പിന്റെ ഷെയർ എത്രയാണ്? 52.2. ഓറില്ല, കുറെ ആൾക്കാർ 52 എഴുതുന്നുണ്ട്. ഓക്കെ, കൂൾ, വെരി ഗുഡ്. 10 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നു. റിയലി ഗ്രേറ്റ്. ഓക്കെ, ഉത്തരം കിട്ടാത്തവര് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, 48% എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് മാത്ത് നോക്കിയിട്ട് മൈനസ് ചെയ്ത് പറഞ്ഞാണ്. ഇറ്റ്സ് ആക്ച്വലി 52%. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിവേ, നിങ്ങൾക്ക് 10 സെക്കൻഡിനുള്ളിൽ ഉത്തരം കിട്ടി. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ മാർക്കറ്റ് ഷെയർ ഓഫ് ടൈംസ് ഗ്രൂപ്പ് എമോങ് ഇംഗ്ലീഷ് ഡെയിലീസ്? ഇവിടുത്തെ ലോജിക്ക് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഷെയർ എത്രയാണെന്ന് ചോദിച്ചേക്കുക. ഈ ഷെയർ എന്നുള്ള വാക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു പെർസെൻറ്റേജിലാണ് ഇതിന്റെ ആൻസർ കിടക്കണം എന്നുള്ള കാര്യം പിടികിട്ടും. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു റിമെമ്പർ. പെർസെൻറ്റേജിലാണ് ഇതിന്റെ ആൻസർ. മാത്രമല്ല ടൈംസ് ഗ്രൂപ്പിന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞേക്കുക. അതായത് പെർസെൻറ്റേജിലാവുമ്പോൾ എന്തായാലും 100 താഴെ ആയിരിക്കും ആ നമ്പർ. ഓക്കെ, സോ 100 താഴെ ഒരു ചോദ്യം, ഈ ചോദ്യം വായിക്കാൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 30 സെക്കൻഡ്സ് കിട്ടി. എന്നിട്ട് നിങ്ങൾക്ക് പാസേജിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെർസെൻറ്റേജിലുള്ള നമ്പേഴ്സ് മാത്രം പഠിച്ചു നോക്കിയാൽ മതി. ഇവിടെ 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന് 28, ഒന്ന് 40, ഒന്ന് 52. അവിടെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈംസ് ഗ്രൂപ്പ് 52.2 ഷെയർ ഓഫ് ദ മാർക്കറ്റ് ഫോർ ഇംഗ്ലീഷ് ഡെയിലീസ് എന്നുള്ളത്. ഓക്കെ, ഞാൻ മെയിൻ ആയിട്ട് നിങ്ങൾ കാണിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് വളരെ നല്ല കാര്യം. മെയിൻലി എക്സാമിന് 60 മിനിറ്റ് 40 ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് 1.5 മിനിറ്റ് പെർ ക്വസ്റ്റ്യൻ ആണ്. സോ 10 സെക്കൻഡിനുള്ളിൽ ഈ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ഇതേ ലോജിക്ക് ഉപയോഗിച്ച് 1.5 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് റീഡിങ്ങിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ പീപ്പിൾ ഹു സ്പെൻഡ് മോർ ദാൻ ഹാഫ് അവർ റീഡിംഗ് ടൈംസ് ഓഫ് ഇന്ത്യ ഓൺ വീക്ക് ഡേയ്സ്? ഓക്കെ, വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ പീപ്പിൾ ഹു സ്പെൻഡ് മോർ ദാൻ ഹാഫ് അവർ റീഡിംഗ് ടൈംസ് ഓഫ് ഇന്ത്യ ഓൺ വീക്ക് ഡേയ്സ്? ഞാൻ ഇതുപോലെ തന്നെ ഇത്തവണ 10 സെക്കൻഡ് തരും, ഇത്തവണ 7 സെക്കൻഡ് തരുള്ളൂ. സോ 7 സെക്കൻഡിനുള്ളിൽ ഉത്തരം കണ്ടുപിടിക്കാം. Your time starts now. 2, 4, 6, 7.
Okay, guys, time is up. So, chat box il uttara ezhiditto. Proportion of the people who spent more than half hour reading to evidence. Oh, 178. Okay, 40% എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു, അത് പെർസെന്റേജ് ആണെന്ന് മനസ്സിലാക്കി. സോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാലും റേഷ്യോ അല്ലെങ്കിൽ പെർസെന്റേജ് ആ ഒരു മീനിങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടി. 68.8 lakh അല്ല, 40% ആണ് ഉത്തരം. സോ ഇവിടുത്തെ പ്രത്യേകത എന്താ? സി യു ന്യൂ വാട്ട് ടു ലുക്ക് അറ്റ്. യു ന്യൂ വാട്ട് ടു ലുക്ക് അറ്റ്. സി ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് IELTS റീഡിംഗിൽ വേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഈ പാസേജ് തന്നു, നിങ്ങൾക്ക് ആദ്യമേ തന്നു. ഇതെല്ലാം മൊത്തത്തിൽ വായിച്ചിട്ട്, കുറച്ചു നേരം ഇരുന്ന് വായിച്ചിട്ട് പിന്നെ പോയി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നോക്കണ്ടെന്ന് അറിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് യു ന്യൂ വാട്ട് ടു ലുക്ക്, യു ന്യൂ വാട്ട് ടു സെർച്ച്. കൃത്യമായിട്ട് എന്ത് വേണമെന്ന് കരുതി സ്കാൻ ചെയ്തപ്പോൾ 10 സെക്കൻഡ് പോലും നിങ്ങൾക്ക് വേണ്ടി വന്നില്ല ഉത്തരം കണ്ടുപിടിക്കാനായിട്ട്. ഇഫ് യു ക്യാൻ അപ്ലൈ ദ സെയിം തിങ് ദാറ്റ് യു ജസ്റ്റ് ഡിഡ്, IELTS reading is going to be easy. ബട്ട് ഇത് മാത്രമല്ല വേണ്ടത്, വേറെ കുറച്ച് കാര്യങ്ങൾ വേണം. അത് നമുക്ക് വരും സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. So moving on, P കഴിഞ്ഞു, S കഴിഞ്ഞു. You guys did scanning. This is scanning. And wonderful, guys, amazing. So let's move to G, guessing. Okay, so yeah, guessing എന്താണെന്ന് നമുക്ക് നോക്കാം. See, a sentence is here. Aravind is really bong-bullied these days due to the harsh working conditions in the wood factory as well as the inconsistent weather patterns. നിങ്ങൾ റീഡിങ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇതുപോലത്തെ പെട്ടെന്നൊരു ലൈൻ, ഒരു സെന്റൻസ് കാണും. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ദൈവമേ ബോംബുളിയിടോ, ഇതുവരെ ഈ വാക്ക് കേട്ടിട്ടേ ഇല്ല, ഇനി ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് വാക്കിന്റെ ഇത് വായിച്ച സമയം വേണ്ട, അടുത്ത സെന്റൻസിലേക്ക് പോവാം. അവിടെ നിങ്ങളുടെ മാർക്കും പോവും, സമയവും പോവും, മേ ബി ആ ക്വസ്റ്റ്യനിൽ 2-3 ചോദ്യങ്ങളുടെ ഉത്തരം ഉണ്ടാവും, എല്ലാം പോവും. സോ ഐ വാണ്ട് യു ഗൈസ് ടു ഡു സംതിങ്. നിങ്ങളുടെ ലോജിക്ക് വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ നിങ്ങളെ 2 വേർഡ്സ് പഠിപ്പിച്ചു. ഒന്ന് മിറ്റിഗേറ്റ്, ഒന്ന് അമീലിയോറേറ്റ്. യു ഗൈസ് ഫൗണ്ട് ദി മീനിങ് ഓഫ് ദോസ് വേർഡ്സ് യൂസിങ് ദി എക്സാമ്പിൾ ഐ മേഡ്. And this is another example. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് എന്തായിരിക്കും ബോംബോളിയുടെ അർത്ഥം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അത് മണ്ടത്തെ ആയാലും ഒരു കുഴപ്പമില്ല. യു ഗൈസ് അറ്റംപ്റ്റഡ് അറ്റ് ദ ലീസ്റ്റ്. അങ്ങനെ വിചാരിച്ചോ. സ്ട്രെസ്ഡ്, ടയർഡ്, ഹാർഡ്, ടയർഡ്, സ്ട്രെസ്ഡ്, exhausted. Nice word. Exhausted, ടയർഡ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇത്. ഡിപ്രഷൻ, ഡിപ്രസ്ഡ് എന്നുള്ള ഒരു മീനിങ് ഏകദേശം വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ലോജിക്കൽ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് എല്ലാവരും എഴുതിയത്. ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. ആൻഡ് അതിലൊരു ഷെയർ സിംഹഭാഗം 70% ആൾക്കാർ പറയുന്നത് ടയേർഡ് എന്നാണ്. ഗുഡ് ജോബ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു സംതിങ്. ബോങ് ബോളിഡ് എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിക്ഷണറിയിൽ ഇല്ല. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു വാക്കാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ഒരു ഉത്തരം കിട്ടിയ എങ്ങനെയാ? ഇറ്റ്സ് ബിക്കോസ് യു ഗൈസ് പൊസസ് ലോജിക്. ഈ ഒരു ഐഡിയയും കൂടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൈൻ. ഇല്ലാത്തൊരു വാക്കിന് പോലും ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരേ മീനിങ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് യു ഗൈസ് പൊസസ് ലോജിക്. സോ നിങ്ങൾ Pയും Sഉം Gയും പാസ്സായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഓൾ ഓഫ് യു. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ഇൻടു റീഡിംഗ് ആൻഡ് വി ആർ ഓഫ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. സോ ഓക്കെ, ഈ സ്ലൈഡിന്റെ പരിപാടി എഴുതാൻ കഴിഞ്ഞു. സോ ബിഫോർ വി ഗോ ഇൻ ടു റീഡിംഗ്, 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, റീഡിംഗിൽ 3 ബേസിക് അറിയാത്തവർക്കൊന്നും 3 പാസേജ് ആണ്. 3 പാസേജ് ആയിട്ട് 40 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. 6 വേണ്ടവർക്ക് 23 ആണ്, 6.5 വേണ്ടവർക്ക് 27 ആണ്, 7 വേണ്ടവർക്ക് 30 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, സോ ഇതിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്, പല രീതികളുണ്ട്. നമ്മൾ അത് ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക, ജസ്റ്റ് ഇൻ കേസ് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ സ്ക്രീൻ ഒന്നുകൂടി ഷെയർ ചെയ്യാൻ പോവാണ്. ആക്ച്വൽ പാരഗ്രാഫ്, ആക്ച്വൽ പാസേജ് ഇൻ റീഡിംഗ് നിങ്ങൾ കാണിക്കാൻ പോവാം. ഓക്കെ, ഇവിടെ ഒരു പാസേജ് ഉണ്ട്. പാസേജിന്റെ പേര് ഓസ്ട്രേലിയൻ കൾച്ചർ ആൻഡ് കൾച്ചർ ഷോക്ക് എന്നാണ്. ഈ കൾച്ചർ ഷോക്ക് എന്താണെന്ന് അറിയാത്തവര് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയാ, 1 സെക്കൻഡ്, ഈ PDF നമ്മുടെ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രൈവ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇല്ലാത്തവർ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ കാണുന്ന യൂസ് ചെയ്യാവുന്നതാണ്. ഫോൺ ഉള്ളവർക്ക് സൂം ചെയ്ത് നോക്കാവുന്നതുമാണ്. ഓക്കെ, സോ ഓസ്ട്രേലിയൻ കൾച്ചർ ആൻഡ് കൾച്ചർ ഷോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൾച്ചർ ഷോക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കാനഡയിൽ പോയി എഴുതിക്കോ, ലൈക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയാ, നമ്മളൊരാളെ തട്ടിയിട്ട് അങ്ങേര് നമ്മളോട് തിരിച്ച് സോറി പറഞ്ഞാൽ നമ്മൾ എന്ത് നടക്കണമെന്ന് ആലോചിക്കും. അതും കൾച്ചറൽ ഷോക്കാണ്. അവിടുത്തെ ക്ലൈമറ്റും അല്ലെങ്കിൽ അവിടുത്തെ സൊസൈറ്റിയിലെ നോംസുമായിട്ട് ഇടപഴകാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്തത് കൾച്ചറൽ ഷോക്കാണ്. ബേസിക്കലി ഒരു
ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് നമുക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഷോക്ക് ഇൻ സിമ്പിൾ വേർഡ്സ്. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് കൾച്ചറൽ ഷോക്ക്. ഇതാണ് സംഭവം. സോ ഓസ്ട്രേലിയൻ കൾച്ചർ ആൻഡ് കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞൊരു പാസേജ് ആണിത്. ഞാൻ പാസേജ് മൊത്തമായിട്ട് ഡീൽ ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ടെല്ലിങ് യു ഗൈസ് വാട്ട് ടു ഡു. ഓക്കെ, സോ ഒന്നാമത്തെ തന്നെ റൂൾ നമ്പർ 1, read the questions first. ഓക്കെ, read the question first. ചില ആൾക്കാർ, അതായത് ഇംഗ്ലീഷിന് ഭയങ്കര ലാംഗ്വേജ് ഉള്ളവര്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഓർമ്മശക്തി ഉള്ളവർ, ഇംഗ്ലീഷിൽ തന്നെ ഓർമ്മശക്തി നിൽക്കുന്നവർ, ഭയങ്കര ലാംഗ്വേജ് ഉള്ളവർക്ക് ആദ്യം ആദ്യം പാരഗ്രാഫ് വായിച്ചിട്ട് പിന്നെ പോയി കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ നിങ്ങൾ അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ലാംഗ്വേജിന്റെ ഇഷ്യൂ ഉള്ളവർ ഉണ്ടെന്ന് വിചാരിക്കുന്നവര് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുക. ഫോർ എക്സാമ്പിൾ, ഓസ്ട്രേലിയൻ കൾച്ചർ ഷോക്ക് എന്നുള്ള ഹെഡിങ് വായിക്കണം, അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാൻ പോകാത്തതാണ് നല്ലത്. യു ഗൈസ് ഷുഡ് ഗോ ഡൗൺ and look at questions 1 to 6 and 7 to 13. Okay, so ഈ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചടങ്ങ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 1 to 6 നോക്കുക, 7 to 13 നോക്കുക. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക, പാരഗ്രാഫ് വായിക്കരുത്, വെറുതെ സമയം പോകും. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ നിങ്ങൾ മറ്റേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ കാണിച്ചെന്നില്ലേ, നിങ്ങൾ ആദ്യം പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ പോയിരുന്നെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ സമയം പോയനെ, രണ്ടാമത് ഉറക്കം തോന്നി എനിക്ക് തന്നെ ബോറടിച്ചേനെ, എല്ലാവർക്കും ബോറടിച്ചേനെ. Okay, but at the same time, question വായിച്ചപ്പോൾ within 7 or 10 seconds you got the answer, right? ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ. Hence proved, read the questions first. Not all the time, ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ പറയുന്നതായിരിക്കും. സോ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ സാമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഓസ്ട്രേലിയൻ ടീച്ചേഴ്സ് വിൽ സജസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ടു സ്റ്റുഡൻസ് റാദർ ദാൻ ഓഫർ വൺ സൊല്യൂഷൻ. അതായത് ഓസ്ട്രേലിയൻ ടീച്ചർമാർ സ്റ്റുഡൻസിന് ഓൾട്ടർനേറ്റീവ്സ് പറഞ്ഞു കൊടുക്കും. അതായത് ഒരു സൊല്യൂഷൻ അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഇഷ്യൂ ഉണ്ടായി, അത് വീട്ടുകാരോട് പറയാം, പോലീസുകാരോട് പറയാം, തന്നെ പരിഹരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരായിട്ട് ഒന്ന് സമിതി ചേർന്ന് പരിഹരിക്കാം. ഇങ്ങനെ സൊല്യൂഷൻസ്, ഓൾട്ടർനേറ്റീവ്സ് ഒന്നിൽ കൂടുതൽ കൊടുക്കും ഓസ്ട്രേലിയൻ ടീച്ചേഴ്സ് എന്നാണ് ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറെ ആൾക്കാർക്ക് അറിയാം, ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ ആണ്. ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളതല്ല, കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്, ആംബിഗ്വിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു മോഡലാണ് ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ. സോ ഓസ്ട്രേലിയൻ ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കും, ഓക്കെ, എന്നാണ് പറയുന്നത്, ഒരു സൊല്യൂഷൻ മാത്രമല്ലാതെ. ഇതിന്റെ ആൻസർ ആക്ച്വലി ട്രൂ ആണ്. അതെവിടെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിന്റെ ആൻസർ കിടക്കുന്നത് ഓപ്ഷൻ സിയിലാണ്, പാരഗ്രാഫ് സിയിലാണ്. ഫസ്റ്റ്ലി പ്രൈസ് എന്ന് പറഞ്ഞൊരു പുള്ളിനെ പറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ്ലി ഹി ആർഗ്യൂസ് ദാറ്റ് ഓസ്ട്രേലിയൻസ് പ്ലേസ് എ ഹൈ വാല്യൂ ഓൺ ഇൻഡിപെൻഡൻസ് ആൻഡ് പേഴ്സണൽ ചോയ്സ്. അതായത് ഓസ്ട്രേലിയൻസ് ഇൻഡിപെൻഡൻസിനും പേഴ്സണൽ ചോയ്സിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫുൾ ടെക്സ്റ്റ് ആണ്. ദിസ് മീൻസ് ദാറ്റ് എ ടീച്ചർ ഓർ എ കോഴ്സ് ട്യൂട്ടർ വിൽ നോട്ട് ലെറ്റ് ദ സ്റ്റുഡൻസ് know what to do, but will give them a number of opinions and suggest they work out which one is the best in their circumstances. അതായത് അവരോട് എന്ത് ചെയ്യണം എന്ന് പറയാതെ ഒരു കൂട്ടം ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് കൊടുക്കും, എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ളത് തിരഞ്ഞെടുക്കും. ബിക്കോസ് പേഴ്സണൽ ഫ്രീഡവും ഇൻഡിപെൻഡൻസും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ട്രൂ എന്ന് കിട്ടിയല്ലോ, പെർഫെക്റ്റ്, ഗ്രേറ്റ്. പക്ഷെ എല്ലാം നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. മൈ പോയിന്റ് ബീങ്, ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നേരെ പാരഗ്രാഫിലേക്ക് പോകണം. ചോദ്യത്തിന്റെ ഉത്തരം ഒന്നെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ നോട്ട് ഗിവൺ ആണ്. ഞാൻ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ ടഫ് ആണോ അത് എളുപ്പമാണോ? തംസ് അപ്പ് ഓർ തംസ് ഡൗൺ ആയിരിക്കും നല്ലത് എനിക്ക് മനസ്സിലാവാനായിട്ട്. എളുപ്പം. ഓക്കെ, ഓ മൈ ഗോഡ്, ഐ ആം റിയലി സർപ്രൈസ്ഡ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പല കാര്യങ്ങളും പറയേണ്ടി വരുള്ളൂ. ഓക്കെ, കുറച്ച് എളുപ്പമല്ല എന്ന് പറയുന്നുണ്ട്, ലിറ്റിൽ ടഫ്. ഓക്കെ, കൂൾ, അണ്ടർസ്റ്റാൻഡ്. എന്നാൽ ഞാൻ ഒന്നുകൂടി ചോദിക്കാം, ഫാൾസും നോട്ട് ഗിവണും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഐ റീഫ്രേസ് ദ ക്വസ്റ്റ്യൻ, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട്. ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് ഭൂരിഭാഗം പേര്. ഫാൾസ് നോട്ട്, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ആൻ ഇഷ്യൂ. ഓക്കെ, ഫൈൻ. സോ ഇന്ന് നമ്മൾ റീഡിംഗ് ടിപ്സും കൂടിയാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും വർക്ക് ആവാറുള്ള, ഇറ്റ് ഡസന്റ് വർക്ക് ഓൾ ദ ടൈം, പക്ഷെ ഭൂരിഭാഗം സമയങ്ങളിലും വർക്ക് ആവുന്ന ഒരു ടിപ്പ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. വി കോൾ ഇറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ ടെക്നിക്. എന്റെ വെരി ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ആംഗ്ലോവേഴ്സിലെ റീഡിംഗ് ടീച്ചർ ആയിരുന്ന ജസ്മൽ ജാഫറാണ് ഈ ടെക്നിക്കിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത്. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് പേരിട്ടത് ഞാനാണ്, ക്വസ്റ്റ്യൻ നമ്പർ ടെക്നിക്. ക്വസ്റ്റ്യൻ നമ്പർ ടെക്നിക് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ട്രൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യമേ ഞാൻ ട്രൂ ഫോൾസ് നോട്ട് ഗിവനെ പറ്റി ഒരു കാര്യം പറയട്ടെ. ചോദ്യത്തിൽ പറഞ്ഞാൽ അതേ മീനിങ് ഉണ്ടെങ്കിൽ ട്രൂ,
ചോദ്യത്തിൽ പറഞ്ഞതിനെ കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക, കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഓർ ബീങ് ഓപ്പോസിറ്റ്. കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നേരെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഫാൾസ്, അതിൽ പറഞ്ഞിട്ട് മെൻഷനേ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പാരഗ്രാഫിൽ ഉണ്ടെങ്കിൽ നോട്ട് ഗിവൺ. ഓക്കെ, കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാൾസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ഫാൾസ്, അതിൽ പറഞ്ഞത് മെൻഷനേ ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ഗിവൺ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ഗിവൺ. ഓക്കെ, എനിവേ, അപ്പൊ ഈ ഫാൾസ് നോട്ട് ഗിവണും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെക്നിക്ക്. അതെന്താ സംഭവം എന്ന് പറയാം. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടു, ട്രൂ ആണ്. എന്താണ് നമ്മൾ കണ്ടത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഓസ്ട്രേലിയൻ ടീച്ചേഴ്സ് ഓൾട്ടർനേറ്റീവ്സ് ടു സ്റ്റുഡൻസിന് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കും, ഒരു സൊല്യൂഷൻ കൊടുക്കാതെ. അതിന്റെ ഉത്തരം നമുക്ക് കിട്ടി പാരഗ്രാഫ് നമ്പർ സിയിൽ. അതെ അല്ലെ, എല്ലാവരും കണ്ടു. ദിസ് മീൻസ് ദാറ്റ് എ ടീച്ചർ ഓർ എ കോഴ്സ് ട്യൂട്ടർ വിൽ നോട്ട് ടെൽ ദ സ്റ്റുഡൻസ് വാട്ട് ടു ഡു ബട്ട് വിൽ ഗിവ് ദം എ നമ്പർ ഓഫ് ഒപ്പീനിയൻസ്, ഓപ്ഷൻസ്. ഞാൻ എപ്പോഴും ഒപ്പീനിയൻസ് വായിക്കുന്നത് കാരണം എനിക്കറിയില്ല. ഓപ്ഷൻസ് ആൻഡ് സജസ്റ്റ് ദ വർക്ക്ഔട്ട് വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് ഇൻ ദർ സർക്കംസ്റ്റാൻസസ്. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം സി കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇൻ ഓസ്ട്രേലിയ ടീച്ചേഴ്സ് വിൽ ഷോ ഇൻട്രസ്റ്റ് ഇൻ സ്റ്റുഡൻസ് പേഴ്സണൽ സർക്കംസ്റ്റാൻസസ്. അത് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ടീച്ചർമാർക്കുള്ള ഒരു സ്വഭാവമാണ്. അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കുട്ടികളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ കണ്ടു. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ അന്വേഷിച്ച് പോകുന്നില്ല. ഓക്കെ, അതിന് കാരണം അത് നോട്ട് ഗിവൺ ആണ്, അന്വേഷിച്ച് പോയാൽ കിട്ടില്ല. പക്ഷെ ഇത് നോട്ട് ഗിവൺ ആണെന്ന് തിരിച്ചറിയാനുള്ള മറ്റൊരു മാർഗമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇറ്റ്സ് കോൾഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ ടെക്നിക്. ക്വസ്റ്റ്യൻ നമ്പർ ടെക്നിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 15 നമ്മൾ കണ്ടുപിടിച്ചു, ട്രൂ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15 കണ്ടുപിടിച്ചു, അത് ട്രൂ ആണ്. ഇനി നമുക്ക് 16ന്റെ ആൻസർ കിട്ടണം. ബട്ട് ഫോർ സം റീസൺ 15ന്റെ തൊട്ട് താഴെ 17ന്റെ കീവേഡ് അല്ലെങ്കിൽ ക്ലൂ നിങ്ങൾ കാണുവാണ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 15 അനന്തുവിനെ പറ്റി എഴുതിക്കുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 അലനെ പറ്റി എഴുതിക്കുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17 അജോനെ പറ്റി എഴുതിയേക്കുവാണ്. സോ അനന്തു, അലൻ, അജോ. സോ അനന്തുവിനെ പറ്റി ഒരു സെന്റൻസ് കണ്ടിട്ട് നമ്മൾ പിന്നെ ഓർഡർ അനുസരിച്ച് വരുമ്പോൾ അനന്തുവിനെ പറ്റി കണ്ടിട്ട് പിന്നെ നമ്മൾ അലനെ പറ്റി കാണണം. ബട്ട് ഫോർ സം റീസൺ അനന്തു കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ അജോനെ കാണുവാണ്. സോ വാട്ട് ഹാപ്പൻ ടു അലൻ? അലൻ ഡസന്റ് എക്സിസ്റ്റ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതല്ല. ഐ വിൽ ഷോ യു വാട്ട് ഹാപ്പൻ. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു, ഓസ്ട്രേലിയൻ ടീച്ചേഴ്സ് ക്ലിയർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു, ഓസ്ട്രേലിയൻ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അത് ഉണ്ടോ എന്ന് നോക്കുന്നതിന് പകരം നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓസ്ട്രേലിയൻസ് യൂസ് പീപ്പിൾസ് ഫസ്റ്റ് നെയിംസ് സോ ദാറ്റ് എവരി വൺ ഫീൽസ് ദർ സ്റ്റാറ്റസ് ഈസ് സിമിലർ. അതായത് ഇപ്പൊ നമുക്കിവിടെ ജാതിപ്പേര് എന്ന് പറയുന്ന പോലെ അവിടെ ഹൗസ് നെയിംസ് ഉണ്ടാവും, വില്യംസ്, റോയ്, അങ്ങനെ വലിയ വലിയ നെയിംസ്, ഐസക്, അങ്ങനത്തെ ലൈക്ക് റോത്ത്ചൈൽഡ്സ് എന്നൊക്കെ കേട്ടില്ല, അതുപോലത്തെ ഐറ്റംസ്, ബുഷ് ഫാമിലി, അങ്ങനെ. സോ ഇതുപോലത്തെ വലിയ വലിയ ഫാമിലീസിന്റെ പേരുകൾ കൂട്ടി ആരെയും വിളിക്കാറില്ല. ഓസ്ട്രേലിയയിൽ എപ്പോഴും ആൾക്കാർ ഫസ്റ്റ് നെയിമാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പേര് കിരൺ എന്നാണ്. കിരൺ എന്ന് പറഞ്ഞാൽ എന്റെ ജാതിയോ മതമൊന്നും പെട്ടെന്ന് കിട്ടില്ല, ഒരു ഏകദേശം കിട്ടും. ബട്ട് സ്റ്റിൽ പീപ്പിൾ വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് വൈസ് ഓസ്ട്രേലിയയിലും അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഫസ്റ്റ് നെയിം മാത്രം വിളിക്കും. എന്തിനാണ്? വേറെ ഒന്നിനുമല്ല, കുട്ടികളുടെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടാതിരിക്കാൻ വേണ്ടി. സോ ഓസ്ട്രേലിയൻസ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ട്രൂ ആവണമെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഒരു സംഭവം നമ്മൾ കാണണം. ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും. പാരഗ്രാഫ് ഇ നോക്കുക. Price also comments that Australians are uncomfortable with difference in status and hence idealize the idea of treating everyone equally. An illustration of this, illustration is a word for like example എന്നൊക്കെ പറഞ്ഞതിന്റെ വേറെ വാക്കാണ്. Illustration, to illustrate എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റൈറ്റിംഗിൽ എഴുതാം. Anyway, coming back. An illustration of this is that most adult Australians call each other by their first names. This concern with equality means that Australians are uncomfortable taking anything too serious and are even ready to joke about themselves. അതായത് ഭൂരിഭാഗം അഡൽട്ട് ഓസ്ട്രേലിയൻസും പരസ്പരം ഫസ്റ്റ് നെയിമാണ് വിളിക്കുന്നത്. എന്തിനാണ്? ഈക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ പാരഗ്രാഫിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണെന്ന് കിട്ടി. സി, നിങ്ങൾ ഈ ഒരു ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കിട്ടി. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദിസ് മീൻസ് ദാറ്റ് a teacher or a course tutor will not tell students. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി. പിന്നെ നമുക്ക് എന്ത് കിട്ടി? ഈ പാരഗ്രാഫിൽ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി, ഒറ്റയടിക്ക് കിട്ടി. എന്നാൽ ഇതിന്റെ ഇടയിൽ മറ്റൊരു ചോദ്യം ഉണ്ടായില്ലേ? മറ്റേ അനന്തു, അലൻ, അജോ എന്ന് പറഞ്ഞപ്പോൾ അലൻ എന്ന് പറഞ്ഞ പോലെ രണ്ടാമതൊരു ചോദ്യം ഉണ്ടായില്ലേ? ആ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ സി കഴിഞ്ഞ് നമുക്ക് ഒറ്റയടിക്ക് ഈ ഇട്ടുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് നേരെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ സ്കിപ്ഡ് ആയി. ഇറ്റ്സ് ബിക്കോസ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഈസ് നോട്ട് ഗിവൺ. അലൻ ഡസന്റ് എക്സിസ്റ്റ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ടീച്ചേഴ്സിന്
പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതിനെ പറ്റി ഒരു മെൻഷനും നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങളുടെ ഇടയിൽ കണ്ടതേ ഇല്ല. ഓക്കെ, സി കഴിഞ്ഞ് നേരെ കിട്ടുന്നതാണ്. ഇറ്റ്സ് ബിക്കോസ് ക്വസ്റ്റ്യൻ നമ്പർ 2 is not given. I hope it's clear. Clear ആയോ? Oh, glad it's working. So that is question number technique, the first tip. Not given തിരിച്ചറിയാനുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് പാരഗ്രാഫിന്റെ ഇടയിൽ ഒരു സ്കിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് the one in between was not given. Okay, so let's move on to the next tip. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, give me a second guys. രണ്ടാമത്തെ ടിപ്പ്, യൂസിങ് ലോജിക് ടു അണ്ടർസ്റ്റാൻഡ് മീനിങ്സ്. ഞാൻ നേരത്തെ നിങ്ങളോട് ബോങ്ബോളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എൻറ്റയർ റീഡിങ് വായിക്കുന്നതിന്റെ ഇടയിൽ ഇതുപോലെ കുറെ വാക്കുകൾ വരും അർത്ഥം പിടിയിട്ടാത്തത്. സോ നിങ്ങൾ ഇവിടെയും ഒരു പരിധിവരെ മാത്തമാറ്റിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യം പിടികിട്ടും. സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. അതായത് ഒരു ചോദ്യം, ഒരു സെന്റൻസ് നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചു. ഒരു സെന്റൻസ് നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചപ്പോൾ ആ സെന്റൻസ് 100%. അതിൽ ഒരു ബോങ്ബോളിഡ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് നിങ്ങൾക്ക് അറിയാത്തത്. ഓക്കെ, ബോങ്ബോളിഡ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് നിങ്ങൾക്ക് അറിയാത്തത്. സോ ആ സെന്റൻസിന്റെ 10% നിങ്ങൾക്ക് അറിയില്ല. ബട്ട് ഗസ് വാട്ട്, ആ സെന്റൻസിന്റെ 90% നിങ്ങൾക്ക് അറിയാം. സോ ഈ 90% ഇൻഫ്ലുവൻസ് വെച്ച് ഈ 90% ഇൻഫ്ലുവൻസും ലോജിക്കും വെച്ച് ഈ 10% ഐഡിയ എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് ദ ഗെസ്സിംഗ് ഗെയിം. ഓക്കെ, ഓർ യൂസിങ് ലോജിക് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് സംതിങ്. സോ നിങ്ങൾ എപ്പോഴും റീഡിങ്ങിന്റെ ഇടയിൽ എനിക്ക് 2 തവണ ഞാൻ IELTS റീഡിങ് എഴുതിയിട്ടുണ്ട്, IELTS എക്സാം എഴുതിയിട്ടുണ്ട്. 2 തവണയും റീഡിങ്ങിന് 8.5 ആയിരുന്നു. 2 തവണയും എനിക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടതുകൊണ്ടോ എല്ലാ വാക്കിന്റെ അർത്ഥം കിട്ടിയതുകൊണ്ടോ ഉത്തരം കിട്ടിയതല്ല. ഇറ്റ്സ് ബിക്കോസ് ഇതുപോലത്തെ ഗെസ്സിംഗ് ഗെയിമും ഇതുപോലത്തെ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. സോ ബി കെയർഫുൾ, പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു ചോദ്യത്തിൽ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വാട്ട് യു ഗൈസ് ടു, ബാക്കി മീനിങ് വെച്ച് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. There is this word called conceal. Okay, CONCEAL. അതിന്റെ അർത്ഥം അറിയാവുന്നവർ ഇപ്പൊ ടൈപ്പ് ചെയ്യരുത് പ്ലീസ്. ഇപ്പൊ ടൈപ്പ് ചെയ്യരുത്, ഇപ്പൊ ചാറ്റ് ബോക്സ് ഓൺ ആക്കുന്നില്ല. ഞാൻ സെന്റൻസ് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് അർത്ഥം കിട്ടിയോ എന്ന് പറയാം. The alcohol was banned in China in the 11th century. Hence, people used to conceal them in their pockets to avoid punishment. The alcohol was banned in China in the 11th century. Hence, people used to conceal them in their bags or pockets to avoid punishment. ഇനി എന്ന് ടൈപ്പ് ചെയ്യാവോ? കൺസീലിന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഹൈഡ്. പെർഫെക്റ്റ്. എല്ലാവരും ഒറ്റ വാക്കിലിരുന്നു. അല്ല, ആക്ച്വലി ഹൈഡ് ആണ്. ഓക്കെ, യാ. എനിവേ, മെജോറിറ്റി ഒരു ഉത്തരം പറഞ്ഞ് എനിക്ക് നമുക്ക് കാര്യം പിടിട്ടി. സോ ദിസ് ഈസ് ദ തിങ്. വൊക്കാബുലറി അറിയില്ല എന്ന് കരുതി, ചോദ്യത്തിന്റെ വാക്കിന്റെ അർത്ഥം അറിയില്ല എന്ന് കരുതി IELTS റീഡിങ്ങിനെ പേടിക്കരുത്. ഇറ്റ്സ് പോസിബിൾ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ആശിഷ്, ഞാൻ പറഞ്ഞത് കൺസീൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ടെക്നിക്കാണ്. ഐ വിൽ റിപ്പീറ്റ് അവസാനം ഒന്നുകൂടി. ഓക്കെ, സോ I guess you guys understood how to substitute words when you do not actually know the meaning. Perfect. Moving on to the next tip. അടുത്ത ടിപ്പ് പാരഗ്രാഫ് ഹെഡിങ്ങിനെ പറ്റിയാണ്. പാരഗ്രാഫ് ഹെഡിങ് എങ്ങനെയുണ്ട്? ടഫ് ആണോ എളുപ്പമാണോ? ടൈപ്പ് ചെയ്യാവോ ഇഫ് പോസിബിൾ ചാറ്റില്? ടഫ് ആണോ എളുപ്പമാണോ? സിമ്പിൾ ആണെന്ന് പറയുന്നു, ടഫ് എന്ന് പറയുന്നു, പാടാ. ഓക്കെ, കൂൾ, ടഫ്. ഓക്കെ, ഫൈൻ, ടഫ് ആണ്. മനസ്സിലായി. ഓക്കെ, ഗ്രേറ്റ് ഗൈസ്. കുറച്ച് പേര് സിമ്പിൾ ആന്ന് പറയുന്നു, ഭൂരിഭാഗം പേരും ടഫ് ആന്ന് പറയുന്നു. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ പാരഗ്രാഫ് ഹെഡിങ് എനിക്ക് പഠിച്ചുകൊണ്ടിരുന്നത് ഇഷ്ടമായിരുന്നു. ബട്ട് ജനറലി സ്പീക്കിംഗ്, സ്റ്റുഡൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരാണെങ്കിൽ ടഫാണ്. ടഫ് ആവാൻ കുറെ കാരണങ്ങളുണ്ട്. ബട്ട് പാരഗ്രാഫ് ഹെഡിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ടെക്നിക്സ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതിനെനിക്ക് പ്രസന്റേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞ കൃത്യമായിട്ട് കേട്ടാൽ മതി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാരഗ്രാഫ് ഹെഡിങ്ങിൽ പലപ്പോഴും ലോജിക് ഇതുപോലെ തന്നെ യൂസ് ചെയ്താൽ നമുക്കൊരു ഉപകാരം കിട്ടും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ കൃത്യമായിട്ട് കേൾക്കാം. ഓക്കെ, നിങ്ങൾക്ക് പല അംബിഷൻസും ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഐ ലൈക്ക് ബിസിനസ്, ഐ ലൈക്ക് ഫിലിം ഡയറക്ഷൻ, ഐ ലൈക്ക് ക്രിക്കറ്റ്, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. ഓക്കെ, മൈ പോയിന്റ് ബീങ്, നിങ്ങൾക്കിപ്പോ കമ്പ്യൂട്ടർ, നിങ്ങളുടെ അംബിഷൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണെന്നായിരിക്കാം. ഓക്കെ, നിങ്ങൾ കമ്പ്യൂട്ടർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അടുത്തേക്ക് IDP അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൗൺസിൽ, അതായത് IELTS എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു IELTS റീഡിംഗ് ഉണ്ടാക്കി തരണം, നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം.
ഓക്കെ, അതായത് IELTS റീഡിംഗ് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോട് പറയാണ് റീഡിംഗ് പറഞ്ഞ് ഉണ്ടാക്കി തന്നെ, സ്വന്തമായിട്ടൊരു റീഡിംഗ് ഉണ്ടാക്കി തന്നെ നല്ല പാടാണ്. അപ്പൊ നിങ്ങൾ IT ഫീൽഡിലുള്ള ആളായതുകൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഓക്കെ, എന്നാൽ പിന്നെ കമ്പ്യൂട്ടറിനെ പറ്റി ഒരു IELTS റീഡിംഗ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചു. ആൻഡ് നിങ്ങൾ വന്നിട്ട് പേപ്പർ എടുത്തു, പേന എടുത്തു, എഴുതാൻ തുടങ്ങി. സോ ലെറ്റ് മീ ആസ്ക് യു ഗൈസ്, കമ്പ്യൂട്ടറിനെ പറ്റി ഒരു IELTS റീഡിംഗ് നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഒന്നാമത്തെ പാസേജിൽ അലൻ ട്യൂറിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ ചാൾസ് ബാബേജിനെ പറ്റി, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പിതാക്കന്മാരെ പറ്റി നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതാനുള്ള ചാൻസ് കൂടുതലല്ലേ? ആണോ? യാ, ആണ്. എക്സാക്ട്ലി. അല്ലെങ്കിൽ ക്രിക്കറ്റിനെ പറ്റിയാണ് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എയ്റോപ്ലെയിനെ പറ്റിയാണ്. എയ്റോപ്ലെയിനെ പറ്റി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഏവിയേഷനെ പറ്റിയാണ്. സോ ദ ബിഗിനിങ് ഓഫ് ഏവിയേഷൻ സ്റ്റഫ്. സോ ഏവിയേഷനെ പറ്റി, ഇപ്പോഴത്തെ ജെറ്റ് വിമാനങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു IELTS റീഡിംഗ് എഴുതണം നിങ്ങൾക്ക്. സോ ഒന്നാമത്തെ പാരഗ്രാഫിൽ റൈറ്റ് ബ്രദേഴ്സിനെ പറ്റിയും അവരുടെ പരീക്ഷണങ്ങളെ പറ്റിയും, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരാണ് ഈ പരിപാടി ചെയ്തതെന്ന് നിങ്ങൾ എഴുതൂലേ? എഴുതും. ദാറ്റ് ഈസ് എ ലോജിക്, റൈറ്റ്? ദാറ്റ്സ് എ ലോജിക് ദാറ്റ് വി കനോട്ട് എന്താ പറയാ ഇഗ്നോർ. ലൈക്ക് വൈസ് എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ പലപ്പോഴും IELTS റീഡിംഗിൽ ഇതേ പാറ്റേൺ കാണാറുണ്ട്. അതായത് നമ്മൾ 8 പാരഗ്രാഫ് തന്നേക്കണം, 8 പാരഗ്രാഫിന്റെയും ഹെഡിങ് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ഹെഡിങ്ങിൽ പലപ്പോഴും ഈ കീവേഡുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ്, ദ ബിഗിനിങ്, ഹിസ്റ്ററി, പയനീർ ആൻഡ് early developments. ഓക്കെ, ഫസ്റ്റ് അല്ലെങ്കിൽ ദ ബിഗിനിങ്, പയനീർ, early developments ആൻഡ് ഹിസ്റ്ററി, ഇതുപോലത്തെ വാക്കുകൾ. കാരണം എന്താ, എപ്പോഴും ഒന്നാമത്തെ പാരഗ്രാഫിൽ എല്ലാത്തിന്റെയും തുടക്കത്തിനെ പറ്റിയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. സോ ഈ ഒരു ലോജിക് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വർക്കാവെന്ന് പറയുന്നില്ല, പക്ഷെ പലപ്പോഴും വർക്കായി കാണാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ലോജിക്. നിങ്ങളും അങ്ങനെ എഴുതുള്ളൂ, ആൻഡ് എക്സാമിനറും അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ ക്ലൈമാക്സിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ല, സിനിമയൊന്നും അല്ലല്ലോ. സോ ശ്രദ്ധിക്കുക, പാരഗ്രാഫ് ഹെഡിങ് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിന്റെ ഹെഡിങ്ങിന് ഇതുപോലത്തെ കീവേഡുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ്